ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ യൂണിഫോം ബാച്ച് 2027 അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 1 തീയതി മുതലാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ പുതുതായി കൊണ്ടുവരുന്നത്, അതല്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കവർ ചെയ്യുന്നത്, ഏതൊക്കെ വിഷയങ്ങൾക്ക് എത്രയൊക്കെ മണിക്കൂറാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്, ഈ ബാച്ചിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുക, എത്ര റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും, എത്ര മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും തുടങ്ങി ഈ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ ബാച്ചുകളിലും ലൈവായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ആ ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് തന്നെ ആ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വേർഷൻസ് കാണാൻ സാധിക്കും. ഓൺലൈൻ ലൈവ് പ്ലസ് റെക്കോർഡഡ് എന്നുള്ള ഫോമാറ്റിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബാച്ചിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകളുടെ എണ്ണവും ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മോക്ക് ടെസ്റ്റിൻ്റെയും ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകൾക്കും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 ഭാഗങ്ങളുടെയും എക്സ്പ്ലനേഷൻ വീഡിയോസും ഉണ്ടാവും. എല്ലാ മോക്ക് ടെസ്റ്റുകളിലുള്ള MEM വിഷയങ്ങൾക്ക് നമുക്ക് എക്സ്പ്ലനേഷൻ വീഡിയോസും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും MEM ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും പ്രിൻ്റബിൾ PDF നോട്ടും നമ്മുടെ ഫീച്ചറായിട്ട് പുതുതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വീഡിയോയും അതല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും പ്രിൻ്റബിൾ PDF ആയിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ യൂണിഫോം ബാച്ചിൽ നമുക്ക് 80 മാർക്കിൻ്റെ ജനറൽ ടോപ്പിക്സ് ആണ് യൂണിഫോം ബാച്ചിൽ ഉണ്ടാവുക. ബാച്ചിൻ്റെ വാലിഡിറ്റി നിങ്ങൾക്ക് അറിയാം, 1 ഇയർ ആണ് ബാച്ചിൻ്റെ വാലിഡിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ 750+ ലൈവ് അവേഴ്സ് ആണ് നമ്മൾ സിലബസ് സ്ട്രക്ചേർഡ് രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ വിഷയങ്ങൾക്കും ഒരു നിശ്ചിത എണ്ണം ആ ഒരു സിലബസിൽ എത്രത്തോളം അത് കവർ ചെയ്യണം എന്നുള്ളതിനനുസരിച്ചുള്ള ഒരു അവേഴ്സ് എല്ലാ വിഷയങ്ങൾക്കും അലോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ ആ അവേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഹിസ്റ്ററി ആണെങ്കിൽ 90 ഉണ്ട്, മാത്സിന് 100 അവേഴ്സ് ഉണ്ട്, തുടങ്ങിയ എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ആ ഒരു വെയിറ്റേജ് അനുസരിച്ചിട്ടുള്ള അവേഴ്സും അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു സ്ട്രക്ചേർഡ് രൂപത്തിലാണ് ഈ ബാച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും റിവിഷനും, മോക്ക് ടെസ്റ്റുകൾ 20 എണ്ണവും റിവിഷൻ ടെസ്റ്റുകൾ 25 എണ്ണവും ഈ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് പുറമെ PYQ ടെസ്റ്റുകൾ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്കൊരു ലിങ്കിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ലൈവായിട്ട് ഒരു എക്സാം മോഡലിൽ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ആ കൃത്യമായ ടൈമിങ്ങും, അതുപോലെ നമ്മുടെ ആ ഒരു OMR മോഡലിൽ ABCD ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു PYQ ടെസ്റ്റും പുതുതായിട്ട് നമ്മുടെ ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പുതുതായി വന്നിട്ടുള്ള ഫീച്ചേഴ്സ്, പ്രിൻ്റബിൾ നോട്ട്സ്, അതുപോലെ മോക്ക് ടെസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ റിവിഷൻ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ PYQ ടെസ്റ്റുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ആപ്പിൽ നിന്ന് കൃത്യമായി ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, വളരെ ഈസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തില്ല, എന്നാലും എല്ലാ വിഷയങ്ങളും ആരൊക്കെ ചേർന്നാണ് ഈ ഒരു ബാച്ചിൽ എടുക്കുന്നത് എന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ അക്കാദമിക് ഹെഡ് മൻസൂർ സാർ ഉണ്ടാവും. മൻസൂർ സാറിൻ്റെ കൂടെ തന്നെ അനന്തു സാറും ചേർന്നായിരിക്കും ഹിസ്റ്ററി എടുക്കുന്നത്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങൾ ഞാനും അജ്മൽ സാറും ചേർന്നായിട്ട് 2 പേരും പകുതിയായിട്ടായിരിക്കും ഈ ഒരു സിലബസ് കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോഗ്രഫി എടുക്കാനായിട്ട് സൂരജ് സാർ ഉണ്ടാവും. അതേപോലെ തന്നെ ജിതിൻ സാറും ഉണ്ടാവും. ജിതിൻ സാറ് ജോഗ്രഫിയുടെ കൂടെ തന്നെ ആർട്ട്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഭാഗവും, സജിമോൾ മിസ് നിങ്ങൾക്ക് അറിയാം മലയാളത്തിന് നിങ്ങൾക്ക് ഗുരുവി ഉണ്ടാവും. അതേപോലെ കറണ്ട് അഫെയർസിനും സ്പോർട്സിനുമായിട്ട് പ്രദീപ് സാർ ഉണ്ടാവും. ഇംഗ്ലീഷിന് നിങ്ങൾക്ക് 3 ടീച്ചേഴ്സ് ഉണ്ടാവും. ഫാരിസ് സാർ ഉണ്ടാവും, സുമി മിസ് ഉണ്ട്, അതുപോലെ തന്നെ നിസാം സാറും ചേർന്നായിരിക്കും ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണ്ടി കവർ ചെയ്യുന്നത്. സയൻസിൻ്റെ ഭാഗങ്ങൾ എടുക്കാനായിട്ട് ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും എടുക്കാനായിട്ട് സ്വാതി മിസ് ഉണ്ട്. അതേപോലെ തന്നെ ഫിസിക്സ് എടുക്കാൻ സിബി സാറ്, കെമിസ്ട്രി എടുക്കാനായിട്ട് സരിത് ലാൽ സാറും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഉണ്ടായിരിക്കും. ഫിസിക്സിന് സിബി സാറുടെ കൂടെ ശരത് സാറും 2 പേരും ചേർന്നാണ് ഫിസിക്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ ശരത് സാറിൻ്റെ സ്വന്തം എക്കണോമിക്സും ഉണ്ടാവും. പിന്നെ കേരള ഗവേണൻസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എടുക്കാൻ ആനന്ദ് സാറും, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ നിങ്ങൾക്ക് അഭിജിത്ത് സാറും ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗം ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരം കാണുന്നതാണ്, യൂട്യൂബിലും എല്ലാ നമ്മുടെ ആപ്പിലും ബാക്കി ബാച്ചുകളിലൊക്കെ കാണുന്ന നിങ്ങൾക്ക് പരിചിതമായ മുഖങ്ങൾ തന്നെയാണ് എല്ലാ വിഷയങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ട കാര്യം, പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ ആപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്കൊന്ന് പഠിച്ചിട്ട് പോവാം. നമ്മൾ പുതുതായിട്ട് നിങ്ങൾ സൈലന്റ് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് സൈലന്റ് ലേണിംഗ് ആപ്പ്
ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 1-നാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. തീർച്ചയായും അതിന് മുന്നേ തന്നെ ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ സ്റ്റഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റഡി പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ബാച്ച് അവിടെ ഉണ്ടാവും. നമ്മൾ മൈ ബാച്ചസിൽ എടുത്താൽ ഈ പെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ താഴെ നിങ്ങൾക്ക് യൂണിഫോം ബാച്ച് ഉണ്ടാവും. അപ്പോൾ ഈ യൂണിഫോം ബാച്ച് കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതിനാൽ പഴയ ഒരു LDC 2027 ബാച്ചിൽ നമ്മുടെ ഈ ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ ആപ്പിൽ യൂസ് ചെയ്യുന്നത് കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് ആ ബാച്ച് ഒരു ഡെമോ ആയിട്ട് കാണിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂണിഫോം ബാച്ചിലും എല്ലാ സംഭവങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാച്ചിൻ്റെ ലെറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് കാണാം. അതേപോലെ ഓൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലിസ്റ്റിംഗ് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഹിസ്റ്ററിയാണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യാം. ഹിസ്റ്ററി ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ 13 വീഡിയോസ് അവിടെ ഓൾറെഡി ക്ലാസ്സുകൾ ലൈവ് കഴിഞ്ഞ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഓൾറെഡി നടന്നിട്ടുള്ള ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ ആവശ്യാനുസരണം ആ ഒരു ഓർഡറിൽ തന്നെ കണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമ്മുടെ പുതിയൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞ ഒരു ഫീച്ചറായിരുന്നു പ്രിൻറ്റബിൾ PDFs എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പ്രിൻറ്റബിൾ PDF എടുക്കാനായിട്ട് ഇവിടെ സൈഡിൽ ലെക്ചേഴ്സിൻ്റെ സൈഡിൽ DPP PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മളവിടെ 1857 റിവോൾട്ടാണ് അവിടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ PDF കിട്ടാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻറ്റബിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള പിക്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളൊരു PDF കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്യാം, അതിനെ പ്രിൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രിൻറ്റബിൾ PDF എന്ന് പറഞ്ഞ ഓപ്ഷന്. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളാണ്. റിവിഷൻ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, മോക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ PYQ ടെസ്റ്റ് 3 തരം ടെസ്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓൾ ക്ലാസ്സസിൽ നിന്ന് ഇപ്പുറത്തേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി നമുക്കൊരു റിവിഷൻ ടെസ്റ്റ് ആണുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സ്റ്റാർട്ട് അടിച്ചാൽ ആ റിവിഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ സ്ലൈഡിലേക്ക് ടാബ് നീക്കി കഴിഞ്ഞാൽ അവിടെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി 3 മോക്ക് ടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നടന്നു പോയൊരു മോക്കാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിവിഷൻ എങ്ങനെയാണ് അതുപോലെ മോക്ക് എങ്ങനെയാണ്, ഇത് രണ്ടും ഒരേ ടാബിലാണുള്ളത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഒരു ഫീച്ചേഴ്സ് വരുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. PYQ ടെസ്റ്റും ടെലിഗ്രാം ഗ്രൂപ്പിൽ എങ്ങനെ കയറുന്നു എന്നുള്ള കാര്യമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോയ ശേഷം അവിടെയുള്ള നോട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നോട്ടീസിൽ ടെലിഗ്രാം ലിങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ടെലിഗ്രാം ലിങ്ക്സിൽ വീണ്ടും നമ്മൾ നോട്ട്സ് എന്ന ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൻ്റെ, ഇപ്പോൾ യൂണിഫോം ആണെങ്കിൽ യൂണിഫോം ബാച്ചിൻ്റെ ഡയറക്റ്റ് ലിങ്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും ലിങ്കുകളും ഇവിടെ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെസ്പെക്റ്റീവ് ചാനലിലേക്ക് അവരുടെ ചാനലിലേക്ക് പോകാം. അതുപോലെ അതിൻ്റെ മെയിൻ സംഭവത്തിലേക്ക്, അതായത് നമ്മുടെ ആ ഒരു യൂണിഫോം ബാച്ചിൻ്റെ മെയിൻ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഈ നോട്ടീസിൽ തന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ PYQ ടെസ്റ്റുകളാണ്. ഓൺലൈനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന PYQ ടെസ്റ്റുകൾ. അപ്പോൾ അതിന് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ അവിടെയും നിങ്ങൾ നോട്ട്സിലേക്ക് തന്നെയാണ് പോകേണ്ടത്. വീണ്ടും നോട്ട്സിലേക്ക് പോവുക. 10th ലെവൽ പ്രിലിംസിൻ്റെ കുറച്ച് മോഡൽ എക്സാംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും ഓരോന്നിൻ്റെയും ലിങ്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15ഓളം ടെസ്റ്റുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ ഒരു ഇൻ്റർഫേസിലേക്ക്, ഇവിടെ ഒരു എക്സാമാണ്, കറക്റ്റ് എക്സാം എഴുതുന്ന ആ ഒരു ഫോർമാറ്റിലുള്ള 100 മാർക്കിൻ്റെ എക്സാം, അതിൻ്റെ ടൈമിങ്ങും എല്ലാം നെഗറ്റീവ് മാർക്കിങ്ങും ഒക്കെ ഉണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് എക്സാം അടിച്ചാൽ നോർമലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ OMR ഷീറ്റിൻ്റെ മോഡലിലാണ് ഇതിൽ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ OMR ഷീറ്റിൻ്റെ മോഡലിൽ ഏതാണോ ആൻസർ അവിടെ ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഫിനിഷ് എക്സാമും എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഫിനിഷ് ചെയ്ത് അതിൽ കിട്ടിയ മാർക്കുകളും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. എക്സ്പ്ലനേഷൻസ് അടങ്ങിയിട്ടുള്ള PYQ ടെസ്റ്റാണ്. അപ്പോൾ വേറൊരു ഫീച്ചർ അതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറൊരു ഫീച്ചറും കൂടെ പറയാനുള്ളത് MEMൻ്റെ സോൾവിങ് വീഡിയോസാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും നോട്ടീസിലേക്ക് പോകുമ്പോൾ മോക്ക് ടെസ്റ്റിലെ MEMൻ്റെ എക്സ്പ്ലനേഷൻസ് ഇവിടെ കാണാം. അപ്പോൾ ഇതാ മോക്ക് ടെസ്റ്റ് 1ൻ്റെ എക്സ്പ്ലനേഷൻസ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ മാത്സ് 3ൻ്റെയും എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ കൃത്യമായി ആപ്പിൽ യൂസ് ചെയ്യാൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ടീസിലാണ് കുറേ കാര്യങ്ങൾ കിടക്കുന്നത്. ഏറ്റവും മേലുള്ള നോട്ടീസ് എന്ന ഓപ്ഷൻ്റെ ഉള്ളിലാണ് 3 കാര്യങ്ങൾ അവിടെയാണുള്ളത്.
അത് കഴിഞ്ഞ് നിങ്ങൾക്ക് PDF വേണമെങ്കിൽ, അതായത് അതാത് വിഷയത്തിൻ്റെ PDF അതാത് വിഷയത്തിനുള്ളിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ജോഗ്രഫിയുടെ PDF ആണെങ്കിൽ ജോഗ്രഫിയിൽ കയറുക, ഇന്ത്യൻ ജോഗ്രഫിയിൽ കയറുക, അതിൻ്റെ DPP PDF എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകണം. അപ്പോഴാണ് അതിൻ്റെ പ്രിൻ്റബിൾ PDF നോട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ചിൻ്റെ കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓൺലൈൻ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ്, MEMൻ്റെ എക്സ്പ്ലനേഷൻ, പ്രിൻ്റബിൾ നോട്ട്, അങ്ങനെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബാച്ചിൻ്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂണിഫോം പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മുടെ എല്ലാ പുതിയ ഫീച്ചേഴ്സും കരസ്ഥമാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.